ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പ്രീതിയുടെ ഒരു തേങ്ങ ചിരകുന്ന മെഷീൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. കാരണം ഇവിടെ തേങ്ങ നമുക്ക് ചിരകിയിട്ടാണ് കിട്ടുന്നത്. ചിരകി കിട്ടുന്ന തേങ്ങ നമ്മൾ ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോഴത്തേനും കേടാം. അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് ചിലവാലോ എന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ ഇതിൽ ഓറഞ്ച് സ്ക്യൂസ് ചെയ്യുന്ന ഇതുണ്ട്. അങ്ങനെ 2 ടൈപ്പ് സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ വില പറയുന്നത് ഇതിൽ 6,000 പക്ഷെ എനിക്ക് തോന്നുന്നു 4,500 സംതിങ് 4,000-5,000 ഇടയിലാണ് തോന്നുന്നു നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത്. ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ എങ്ങനെ ഉണ്ടാവും, കാരണം റിവ്യൂ ഒക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ അത് കണ്ടിട്ട് മേടിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഒത്തിരി റിവ്യൂ ഒന്നും യൂട്യൂബിലൊന്നും ഞാൻ കണ്ടില്ല. എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നോക്കിയതിന് ശേഷം ഇത് ഓറഞ്ച് യൂസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അടപ്പാണിത്. ഈ ലിഡ് ഭയങ്കര അതിൻ്റെ ഉള്ളിലേക്കാണ് തേങ്ങ ഇറക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതത്ര വെയിറ്റ് ഒന്നുമില്ല, പിന്നെ അത്ര പവറും ഇല്ല. ഇതിൻ്റെ ബ്ലേഡാണിത്. ബ്ലേഡ് നമുക്ക് നല്ല സ്ട്രോങ് ഉള്ള ബ്ലേഡ് തന്നെയാണ്. നമുക്ക് ഈ മെഷീൻ എന്ന് പറയുന്നതും നമ്മുടെ മിക്സിയുടെയൊക്കെ പോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ. ഞാനിപ്പോൾ കുറച്ച് ചിരകിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ കണ്ടോ, ചിരകിയിട്ട് നമ്മൾ ഇത്രയും തേങ്ങ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ചിരകിയെടുക്കാം. പുറത്തേക്കൊന്നും പോവില്ല, നമുക്ക് ചിരകാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെ തേങ്ങ വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് നമ്മൾ ഈ അടച്ചു കഴിഞ്ഞാൽ അത് ഓണാക്കിയാൽ നമുക്കിങ്ങനെ നമ്മുടെ കൈ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ തേങ്ങ അതിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ വെറുതെ വട്ടം കറങ്ങുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ അരിവും മുക്കും ചേർത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം. പക്ഷെ കുറച്ച് പണിയുണ്ട്, കാരണം നമുക്ക് കുറച്ച് ശക്തി പ്രയോഗിക്കണം. ശക്തി പ്രയോഗിച്ചാൽ മാത്രം തന്നെയാണ് നമുക്കത് ചിരകിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് പറ്റിയില്ല, ഷിജിനാണ് ഇപ്പോൾ അത് ചെയ്തത്. പിന്നെ നമുക്ക് ഫുള്ളായി ഒരു പോരുന്നില്ല. പിന്നെ അതിന് ഏറ്റവും വളരെ സേഫ്റ്റി മെഷർമെന്റ്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത് സേഫ്റ്റിയാണ്. നമ്മൾ കൈ എന്തായാലും മുറിയില്ല, കാരണം നമുക്ക് പിന്നെ ആ ലിഡ് ഊരി കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. നമ്മളത് വെച്ചാൽ മാത്രമാണ് അത് ഓണാവുള്ളൂ. അത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓണായിട്ടിരിക്കുമ്പോൾ തന്നെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പം നമുക്ക് സേഫ്റ്റി മെഷർമെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര പവറുള്ള മെഷീനൊന്നുമല്ല, പവർ കുറവാണ്. അതുകൊണ്ട് ഒറ്റ ബട്ടണേ ഉള്ളൂ, ഓൺ ആൻഡ് ഓഫ്. അതിൽ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുക. അപ്പം ഈ ഒരു ലെയർ നമുക്ക് പോകാൻ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. അപ്പം പിന്നെ അത് ചിരട്ടിട്ട് ആ ഒരു ഇതും കൂടിയാണ് വരുന്നത്. ചിരകിയെടുക്കുന്ന പോലെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് എടുക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പിന്നെ നമുക്കത് തേങ്ങ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു തേങ്ങ 2 തേങ്ങയൊക്കെ തന്നെ ഒരേ സമയം ചിരവിയിട്ട് നമുക്കിവിടെ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണെന്നൊന്നും പറയാം. നമ്മൾ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്കത് ഈസിയായി വരുമായിരിക്കും. ഇപ്പം നമ്മളത് ഫസ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഈസി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെഷീന് നമുക്ക് കണ്ട ഈ കാണുന്ന ലിഡിൽ ഇനി ഞാൻ ഇതെങ്ങനെ വെക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. കാരണം ഇത് വെക്കാനും ഭയങ്കര ഈസി, അതിന് അറേഞ്ച്മെന്റ്സ് കഴുകാനും എല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ വെക്കാനും ഈസി. പിന്നെ നമ്മളുടെ ബ്ലേഡ് അതിൻ്റെ നടുവിൽ വെക്കും. പിന്നെ നമ്മൾ ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് അതിനുള്ളിൽ തേങ്ങ വെച്ചിട്ട് അടച്ചിട്ട് ഓണായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഓറഞ്ച് ഉണ്ടതും ഇതേപോലെ തന്നെ ദൂരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓറഞ്ച് യൂസ് ചെയ്തിട്ടെടുക്കും. ഓറഞ്ച് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത് സേഫ്റ്റിയാണ്, സേഫ്റ്റി മെഷർമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് പറയാനാണെങ്കിൽ ഓക്കെയാണ്, നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് ഇതൊരു ഓക്കെ മെഷീൻ തന്നെയാണ്. കാരണം നമുക്ക് എന്താ പറയുക,
ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് 100% ഞാൻ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, ആദ്യം പറയട്ടെ. ഞാൻ യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ തേങ്ങ പിടിക്കുന്ന ആ ഷെല്ല് പിടിച്ചിട്ട് നമ്മൾ തിരിക്കുന്നതിൽ നമ്മളൊന്ന് എക്സ്പെർട്ട് ആവാനുണ്ട്. അതർ ദാൻ എവറിത്തിങ് ഓക്കെയാണ്. നമുക്ക് കാശ് മുടക്കി കഴിഞ്ഞാൽ വർത്താണ്. വലിയ എന്താ പറയുക, അയ്യോ ഇത് പോയല്ലോ, എൻ്റെ കാശ് പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ